കിടക്കാൻ ലേറ്റ് ആയിക്കണെങ്കിലും അത് രാവിലെ തന്നെ കുത്തിപ്പൊന്തിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല പൊന്നാനി സ്പെഷ്യൽ മുട്ടപ്പത്തിരി കഴിക്കാൻ പറ്റി. അങ്ങനെ അതൊരു റൗണ്ട് കഴിച്ചു വന്നപ്പോത്തിന് അതാ മുറ്റത്ത് പന്തലിടലും കസാര പിടിച്ചിടലും പായസം വെക്കലൊക്കെ ഒരു തിരക്കിലായിരുന്നു. ഫുഡൊക്കെ ഓർഡർ ആയതുകൊണ്ട് ആ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം പോയി ഫ്രഷനപ്പായി വന്ന് 11 മണി കൃത്യമായപ്പോൾ തന്നെ റക്കായിക്ക് ചൂടാനുള്ള മുല്ലപ്പൂ ആയിട്ട് ഓരോ വീട്ടിൽ നിന്ന് ആൾക്കാരെത്തി. പിന്നെ ഓരോ സ്വീകരിക്കലായി ഓരോ ഇരുത്തലായി. ഇറന്ന് നല്ല മര്യാദരാമിയാണ്. എത്ര നേരത്തേക്ക് ഉണ്ടാവുന്നു അല്ലാഹുവാലോ. പിന്നെ മോനിക്ക് ചരടിട്ടുള്ള ചടങ്ങൊക്കെയായിരുന്നു. റിൻതാത്ത പിന്നെ ഇതൊക്കെ വീഡിയോ കോൾ ചെയ്ത് കണ്ട് ആസ്വദിച്ച്. ഇവർ തീമായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫായിട്ട്. നല്ല ലുക്ക് ഉണ്ടായിരുന്നു 3 പേരെയും കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരമൊക്കെ ആൾ മര്യാദരാമാരായി നിന്നുണ്ടെങ്കിലും എല്ലാവരും പൊറുതിക്കേട് സഹിക്കാനാവാതെ അവസാനം കഴിഞ്ഞു. പിന്നെ ചരക്കനും തേങ്ങയും മുട്ടായൊക്കെ കഴിച്ചു വന്നപ്പോഴത്തെ ഒരു നേരായി. പിന്നെ കുറച്ച് നേരം കൂടി മുട്ടായൊക്കെ തിന്ന് അങ്ങനെ ഇങ്ങനെ ഇന്ന് മാമി ഇന്ന് പതിവിലും വിപരീതമായി സുന്ദരിയായിട്ടുണ്ട്. ബാബിക്ക് ഞാൻ നെയ്ഹ കെട്ടിക്കൊടുത്താണ് പുതിയ ഹെയർ സ്റ്റൈല്. ഞാനൊരു മിറർ സെൽഫി എടുക്കാൻ പോകുമ്പോഴത്തേന് എല്ലാവരും കൂടി. പിന്നെ കുറച്ച് നേരം കച്ചറിയും മിച്ചറിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആളെന്നെ അതാ പോയി കളിക്കുന്ന ഉച്ചക്ക്. അങ്ങനെ കളിച്ച ഒടുവിൽ നല്ല വിശപ്പായപ്പം ബിരിയാണിയും കഴിച്ച് പിന്നെ അത് കുത്തിമറിച്ചിൽ തുടങ്ങി. ഇറൻ്റെ ഡേ 2 കോസ്റ്റ്യൂമാണ്. 41ാമത്തെ ദിവസമായിട്ടും കുട്ടിക്ക് ഇതുവരെ പേരിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ സദസ്സിൽ നിന്ന് പേരും ഇട്ട്. വായ കൊള്ളാത്ത പേരായതുകൊണ്ട് ഇവിടെ പറയില്ല. അപ്പം അത്രേ ഉള്ളൂ. നമ്മൾ